മുഖ്യമന്ത്രി പദവി കെജ്രിവാളിന് ഒന്നിച്ചു കൊണ്ടുപോകാനാകുമോ? കോടതി ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എടുത്തതെങ്കിലും കെജ്രിവാളിന് പകരക്കാരനെ ആലോചിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഇതിനിടെ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യത കേന്ദ്രവും ആലോചിക്കുന്നുണ്ട്. കെജ്രിവാളിന് പിന്തുണ തേടി ഭാര്യ വീണ്ടും രംഗത്തെത്തി. അറസ്റ്റിനെതിരായ പ്രതിപക്ഷ സഖ്യത്തിന്റെ റാലിക്ക് ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് ഇഡി നീക്കം. ടി.ജി. സജിത്ത് തന്നെ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും എന്നാണോ ഇഡി പ്രതീക്ഷിക്കുന്നത്? അതേസമയം തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കപ്പുറം മറ്റ് സോളിഡായിട്ടുള്ള ഒരു എവിഡൻസും ഇഡിക്ക് നിരത്താനില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം കോടതിയിൽ കെജ്രിവാൾ വ്യക്തമാക്കുകയും ചെയ്തു. ആ ഒരു ചോദ്യം, ആ ഒരു ഇഡി നടപടിയും അതോടൊപ്പമുള്ള ഈ ചോദ്യം ചെയ്യലിന്റെ വിഷയങ്ങൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ, മറുവശത്ത് ഈ കേന്ദ്രഭരണം ഏർപ്പെടുത്താനുള്ള നടപടി നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ആ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. ഈ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ആം ആദ്മി കൂടി ആലോചിക്കുന്ന പശ്ചാത്തലം, ഈ രണ്ട് വിഷയങ്ങളിലെയും വിശകലനം എങ്ങനെയാണ് സജി? ആര്യ, ദേശീയ തലത്തിൽ ചില സുപ്രധാനമായ വാർത്തകളാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. ഒന്ന്, ഈ അരവിന്ദ് കെജ്രിവാൾ പോലീസിന്റെ ഇഡിയുടെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയുടെ ഭരണം നടത്തുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി അനുകൂല നിലപാടാണ് എടുത്തത്. കോടതിയിൽ നിന്ന് ഇത്തരം അനുകൂല നിലപാടുണ്ടായെങ്കിൽ കൂടിയും ഇത് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയ സാഹചര്യത്തിൽ വീണ്ടും ഈ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തെ തുടർച്ച അതിൽ ആശങ്കപ്പെടുന്നുണ്ട് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് മറ്റൊരു ചോയ്സ്, മറ്റൊരു സാധ്യതയിലേക്ക് തീർച്ചയായും ആം ആദ്മി പാർട്ടി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം ഉണ്ടാവുന്നത്. മറ്റൊന്ന്, ഒരു മുഖ്യമന്ത്രി ജയിലിനകത്ത് ഇരുന്ന് ഭരണം നടത്തുന്നത് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും അതുവഴി രാഷ്ട്രപതി ഭരണത്തിലേക്കും വഴിവെക്കുമോ എന്ന പ്രധാനപ്പെട്ട തീരുമാനത്തിനും കൂടിയാണ് ഇടവെക്കാൻ പോകുന്നത്. കാരണം അവിടെ പുതിയ സാധ്യതകൾ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഒക്കെ തേടുന്നുണ്ട്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം, കോടതിയിൽ നിന്ന് കെജ്രിവാളിന് അനുകൂല തീരുമാനം ഉണ്ടായാൽ പോലും രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഡൽഹി കേന്ദ്ര സർക്കാർ ഭരണത്തിലേക്ക്, അതായത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കാണണം. അത്തരമൊരു നീക്കം ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുന്നത്, ദേശീയ തലത്തിൽ ഈ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഐക്യം ശക്തമായി രൂപപ്പെടുകയാണ്. നാളെയോ നാളെ കഴിഞ്ഞോ രാംലീല മൈതാനത്ത് പ്രതിപക്ഷ ഐക്യനിരയിലൂടെ മഹാറാലിയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ റാലി നടക്കാൻ സാധ്യതയുണ്ട്. ഈ റാലിക്ക് ഡൽഹി പോലീസ് അനുമതിയും നൽകിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ സംബന്ധിച്ച അനുമതി ഡൽഹി പോലീസ് നൽകിയത്. അങ്ങനെയെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞോ ഡൽഹിയിൽ വിപുലമായ ഒരു മഹാറാലി പ്രതിപക്ഷ ഐക്യനിരയിൽ നിന്നും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി അത് മാറും. തീർച്ചയായും. ടി.ജി. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.